അങ്ങനെ തൊട്ട് തിരിഞ്ഞു കളയുന്നതാണ്. അവന്റെ ചെവിയിൽ എന്തോ അടപ്പുള്ളതുപോലെ അവൻ അതിനെ തൊട്ട് അഹങ്കാരത്തോടുകൂടെ അവൻ അതിനെ പുറങ്കാലം കൊണ്ട് തട്ടിക്കളയുകയാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ അദാബുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഇതിനൊക്കെ മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്ന സമുദായം ഒരുപക്ഷെ മുജാഹിദ് തന്നെയായിരിക്കും. ഇസ്ലാമിനെ എങ്ങനെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചോ അതിനൊക്കെ ചിക്കാൻ പിടിക്കുന്ന വിഭാഗം ഈ മുജാഹിദ് തന്നെയാണ്. വീട്ടിൽ യാസീൻ ഓതാൻ പാടില്ല എന്ന് മുജാഹിദ് പറയുന്നു. മറിച്ച് അവിടെ രാമായണം മുതലാണ് രാമായണം വായിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് അവർ അവിടെ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ നിന്നും ഖുർആനിനെ വളരെയധികം നീചമായി പരിഹസിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു തുടർന്ന് പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വലഹും ജന്നാത്തുൻ നഈം. നിശ്ചയമായിട്ടും അല്ലാഹുവിൽ വിശ്വസിക്കുകയും തന്റെ വേണ്ടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കാണ് സുഖാനുഭൂതിയുള്ള സ്വർഗീയമായ പൂന്തോട്ടങ്ങൾ എന്ന് അല്ലാഹു പറയുന്നു. ഇന്നത്തെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കുന്ന മുസ്ലിം സമുദായം അല്ലാഹുവിൽ വേണ്ട ഈമാൻ കൊടുത്തിട്ട് തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ അവർ അമൽ സ്വാലിഹ് ചെയ്യുന്നവരായിരിക്കാം. മറിച്ച് മുജാഹിദ് സമുദായമൊക്കെ അവർക്ക് ഈമാൻ കിട്ടിയിട്ടില്ല. മറിച്ച് അവർ ഒരുപാട്